നമസ്കാരം. ഒരു രോഗനിർണയം, പ്രത്യേകിച്ച് നമ്മൾക്കത്ര പരിചിതമല്ലാത്ത ഒന്നാണെങ്കിൽ അത് നമ്മളെ വല്ലാതെ ഉത്കണ്ഠാകുലരാക്കിയേക്കാം, അല്ലേ? ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. ഈയൊരവസ്ഥയിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തതയും അറിവും നൽകാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് മൈലോമയെക്കുറിച്ച് ലളിതമായി മനസ്സിലാക്കാൻ തുടങ്ങാം. ഈ യാത്ര തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം എപ്പോഴും ഓർക്കുക: നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ സന്ദേശം നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ. പാത എത്ര സങ്കീർണമാണെന്ന് തോന്നിയാലും നിങ്ങൾ തനിച്ചല്ല. മുന്നോട്ട് എപ്പോഴും ഒരു വഴിയുണ്ട്. അപ്പോൾ ഈ ആശയക്കുഴപ്പങ്ങൾ മാറ്റാൻ നമ്മൾ ഒരുമിച്ചൊരു യാത്ര പോവുകയാണ്. 5 പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. ആദ്യം രോഗനിർണയം നിങ്ങളെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നോക്കും. പിന്നെ എന്താണ് ഈ മൾട്ടിപ്പിൾ മൈലോമ എന്ന് മനസ്സിലാക്കും. അതെങ്ങനെ ശരീരത്തെ സ്വാധീനിക്കുന്നു. അവസാനം രോഗം എങ്ങനെയാണ് നിർണയിക്കുന്നതെന്നും ചർച്ച ചെയ്യും. അപ്പോൾ ആദ്യത്തെ ഭാഗം, രോഗനിർണയവും നിങ്ങളും. നിങ്ങൾ മാത്രമല്ല, ഒരുപാട് പേർക്ക് ഈയൊരു രോഗനിർണയം കിട്ടുമ്പോൾ ഒരുപാട് സംശയങ്ങളുണ്ടാകും. സ്വാഭാവികമാണ്. ഈ വിവരങ്ങൾ ഈ യാത്രയിൽ നിങ്ങളുടെ ഒരു വഴികാട്ടിയായിരിക്കട്ടെ. ഇനി നമുക്ക് കാര്യത്തിന്റെ കാതലിലേക്ക് കടക്കാം. എന്താണ് ഈ മൾട്ടിപ്പിൾ മൈലോമ? പേടിക്കണ്ട, വലിയ സയൻസ് ക്ലാസ്സൊന്നുമല്ല. വളരെ സിമ്പിളായിട്ട് നമുക്കിത് മനസ്സിലാക്കാം. ഒറ്റവാക്കിൽ പറഞ്ഞാൽ മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറയുന്നത് പ്ലാസ്മ സെല്ലുകൾ, അതായത് ഒരു തരം വെളുത്ത രക്താണുക്കൾ, അവയെ ബാധിക്കുന്ന ഒരു ക്യാൻസറാണ്. നമ്മുടെ എല്ലുകൾക്കുള്ളിലെ മജ്ജയിൽ ഈ കോശങ്ങൾ ഒരു നിയന്ത്രണവുമില്ലാതെ പെരുകാൻ തുടങ്ങുന്നു. അപ്പോൾ എന്താണ് ഈ പ്ലാസ്മ സെല്ലുകൾ? നമുക്ക് നമ്മുടെ ശരീരത്തെ ഒരു വലിയ ഫാക്ടറിയായിട്ട് സങ്കല്പിക്കാം. അസ്ഥിമജ്ജയാണ് ആ ഫാക്ടറി. ഈ ഫാക്ടറിയിലെ സ്പെഷ്യലിസ്റ്റ് തൊഴിലാളികളാണ് പ്ലാസ്മ സെല്ലുകൾ. അവരുടെ പണിയെന്താണെന്നോ? അണുബാധയെ തുരത്താനുള്ള ആന്റിബോഡികൾ ഉണ്ടാക്കുക. ഒരു തരത്തിൽ പറഞ്ഞാൽ അവർ നമ്മുടെ ബോഡിഗാർഡ്സാണ്. സാധാരണഗതിയിൽ ഈ ഫാക്ടറിയിലെല്ലാം ഒരു ഓർഡറിലാണ് നടക്കുന്നത്. സ്റ്റെം സെൽ എന്ന അടിസ്ഥാന കോശത്തിൽ നിന്ന് തുടങ്ങി അത് ലിംഫോയിഡ് സെല്ലാവും, പിന്നെ ബി സെൽ, അവസാനം നമ്മുടെ മിടുക്കന്മാരായ പ്ലാസ്മ സെല്ലുകളുണ്ടാകും. എല്ലാം ഒരു പെർഫെക്റ്റ് പ്രൊഡക്ഷൻ ലൈൻ പോലെ. പക്ഷേ മൈലോമ വരുമ്പോൾ ഈ പ്രൊഡക്ഷൻ ലൈൻ ആകെ താളം തെറ്റും. ഫാക്ടറിയിലേക്ക് കുറച്ച് ചീത്ത തൊഴിലാളികൾ നുഴഞ്ഞു കയറിയതുപോലെയാണിത്. ഈ മാരകമായ പ്ലാസ്മ കോശങ്ങൾ ഫാക്ടറിയുടെ നിയന്ത്രണം ഏറ്റെടുത്തിട്ട് പ്രോട്ടീൻ എന്നു പേരുള്ള ഒരു കേടായ, ഒരു ഗുണവുമില്ലാത്ത പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങും. ഇത് നല്ല തൊഴിലാളികളെയും ഫാക്ടറിയുടെ പ്രവർത്തനത്തെയും ഒക്കെ തടസ്സപ്പെടുത്തും. അപ്പോൾ ഈ ചീത്ത തൊഴിലാളികൾ ഒറ്റ ദിവസം കൊണ്ടാണോ ഫാക്ടറി പിടിച്ചടക്കുന്നത്? സാധാരണയായി അങ്ങനെയല്ല. രോഗം പൂർണ്ണമായി വരുന്നതിന് മുൻപുള്ള ചില ഘട്ടങ്ങളുണ്ട്. നമുക്കതൊന്ന് നോക്കാം. ഈ കാണുന്നത് പോലെ സാധാരണ ആരോഗ്യസ്ഥിതിയിൽ നിന്ന് പെട്ടെന്നല്ല മൈലോമയിലേക്ക് എത്തുന്നത്. അതിനു മുൻപ് MGUS, അതായത് മോണോക്ലോണൽ ഗാമോപ്പതി ഓഫ് അൺഡിറ്റർമിൻഡ് സിഗ്നിഫിക്കൻസ്, പിന്നെ സ്മോൾഡറിംഗ് മൈലോമ എന്നിങ്ങനെയുള്ള ചില സ്റ്റേജുകളുണ്ട്. ഇതൊരു തുടർക്കഥ പോലെയാണ്. അപ്പോൾ എന്താണ് ഈ MGUSും സ്മോൾഡറിംഗ് മൈലോമയും തമ്മിലുള്ള വ്യത്യാസം? MGUSൽ നമ്മുടെ ഫാക്ടറിയിൽ 1-2 ചീത്ത തൊഴിലാളികളെ ഉണ്ടാകും. വലിയ അപകടമില്ല, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പക്ഷേ സ്മോൾഡറിംഗ് മൈലോമയിൽ അങ്ങനെയല്ല. ചീത്ത തൊഴിലാളികളുടെ എണ്ണം കൂടിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ രോഗം മൂർച്ഛിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ശരി, ഈ ചീത്ത തൊഴിലാളികളും അവരുണ്ടാക്കുന്ന കേടായ പ്രോട്ടീനും ഫാക്ടറിയിൽ നിറയുമ്പോൾ എന്ത് സംഭവിക്കും? അത് നമ്മുടെ ശരീരത്തെ എങ്ങനെയാണ് ബാധിക്കുക? അതാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത്. അതെ, അപ്പോൾ ചോദ്യം ഇതാണ്: ഫാക്ടറിയിലെ ഈ പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തുന്നത്? ഫാക്ടറിയിൽ ചീത്ത കോശങ്ങൾ തിങ്ങി നിറയുമ്പോൾ നല്ല കോശങ്ങൾ ഉണ്ടാക്കാനുള്ള സ്ഥലം കുറയും. അതോടെ എല്ലുകൾക്ക് ബലക്ഷയം സംഭവിക്കും, വൃക്കകളുടെ പ്രവർത്തനം താറുമാറാകും, രക്തത്തിലെ ചുവന്ന രക്താണുക്കൾ കുറഞ്ഞ് നമുക്ക് എപ്പോഴും ക്ഷീണം തോന്നും. പിന്നെ അണുബാധയെ ചെറുക്കാനുള്ള നല്ല വെളുത്ത രക്താണുക്കൾ കുറയുന്നതുകൊണ്ട് എളുപ്പത്തിൽ അസുഖങ്ങൾ വരും. ഈ പ്രധാന പ്രശ്നങ്ങളെ ഡോക്ടർമാർ ഓർത്തിരിക്കാൻ ഉപയോഗിക്കുന്നൊരു കോഡാണ് CRAB. C എന്നാൽ കാൽസ്യം, അതായത് രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കൂടുന്നത്. R എന്നാൽ റീനൽ, അതായത് വൃക്ക പ്രശ്നങ്ങൾ. A എന്നാൽ അനീമിയ, വിളർച്ച. B എന്നാൽ ബോൺ, അതായത് എല്ലിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഈ CRAB ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ അതിനർത്ഥം രോഗം സജീവമായി, ചികിത്സ തുടങ്ങേണ്ട സമയമായി എന്നാണ്. ഇതുവരെ നമ്മൾ രോഗത്തെക്കുറിച്ചും അതിന്റെ ലക്ഷണങ്ങളെക്കുറിച്ചും സംസാരിച്ചു. ഇനി അവസാനമായി ഡോക്ടർമാർ എങ്ങനെയാണ് ഈ അവസ്ഥകളെ കൃത്യമായി തിരിച്ചറിയുന്നത് എന്ന് നോക്കാം. ഈ ടേബിൾ നോക്കൂ. ഇത് കാര്യങ്ങൾ എളുപ്പമാക്കും. അസ്ഥിമജ്ജയിൽ എത്ര ശതമാനം ചീത്ത പ്ലാസ്മ കോശങ്ങളുണ്ട്, പിന്നെ CRAB ലക്ഷണങ്ങളുണ്ടോ ഇല്ലയോ എന്നതിനെ ആശ്രയിച്ചാണ് MGUS, സ്മോൾഡറിംഗ് മൈലോമ അല്ലെങ്കിൽ ആക്റ്റീവ് മൈലോമ എന്ന് തീരുമാനിക്കുന്നത്. എന്നാൽ ഒരു കാര്യമുണ്ട്. ചിലപ്പോൾ ഈ CRAB ലക്ഷണങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ രോഗം അപകടകരമായ ഒരു സ്റ്റേജിലാണെന്ന് തിരിച്ചറിയാൻ പറ്റും. ചില പ്രത്യേക അപകട സൂചനകൾ അഥവാ ബയോമാർക്കറുകൾ കണ്ടാൽ മതി. ഇതിനെയാണ് സ്ലിം ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടൊരു നമ്പറാണ് ഈ 60%.
നിങ്ങളുടെ അസ്ഥിമജ്ജയിലെ പ്ലാസ്മ കോശങ്ങളിൽ 60% കൂടുതൽ ഈ ചീത്ത കോശങ്ങളാണെങ്കിൽ മറ്റു CRAB ലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അത് മൈലോമയായിട്ടാണ് കണക്കാക്കുക. കാരണം അത്രയധികം ചീത്ത കോശങ്ങളുണ്ടെങ്കിൽ രോഗം വളരെ പെട്ടെന്ന് ഗുരുതരമാകാൻ സാധ്യതയുണ്ട്. മറ്റ് 2 SLI സൂചനകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, 1. രക്തത്തിലെ ഫ്രീ ലൈറ്റ് ചെയിൻ അനുപാതം 100-ൽ കൂടുതലാവുന്നത്. ഇത് നമ്മുടെ കേടായ പ്രൊഡക്റ്റിന്റെ ഒരു ഭാഗമാണ്. 2. MRI സ്കാനിൽ എല്ലുകളിൽ 1-ൽ കൂടുതൽ കേടുപാടുകൾ കാണുന്നത്. ഇതിലേതെങ്കിലും ഒന്ന് മതി രോഗം ഹൈ റിസ്ക് ആണെന്ന് പറയാം. അപ്പം നമ്മളിപ്പോൾ പഠിച്ച ഈ വാക്കുകൾ MGUS, ക്രാബ്, സ്ലിം ഇതൊക്കെ കേട്ട് പേടിക്കരുത്. ഇത് നിങ്ങളുടെ കയ്യിലുള്ള പുതിയ ടൂൾസാണ്. നിങ്ങളുടെ ഡോക്ടറുമായി സംസാരിക്കുമ്പോൾ കാര്യങ്ങൾ വ്യക്തമായി ചോദിച്ചറിയാനും മനസ്സിലാക്കാനുള്ള ടൂൾസ്. എപ്പോഴും ഓർക്കുക, അറിവ് ഒരു വലിയ ധൈര്യമാണ്. രോഗത്തെപ്പറ്റി കൂടുതൽ അറിയുന്നത് അതിനെ നേരിടാനുള്ള ശക്തി തരും. ഈ ഒരു ധൈര്യം നൽകുക എന്നതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ അറിയാം. ഈ അറിവുമായി നിങ്ങളുടെ ഡോക്ടറെ അടുത്ത തവണ കാണാൻ പോകുമ്പോൾ നിങ്ങൾ ചോദിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ചോദ്യം എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ചോദ്യമായിരിക്കും നിങ്ങളുടെ ചികിത്സായാത്രയിലെ അടുത്ത വലിയ കാൽവെപ്പ്.